ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഖബർസ്ഥാനിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? ലിമ തബ്കി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എന്തിനാണ് കരയുന്നത്? നബി തങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഏകാന്തമായി ശ്മശാനമുഖതയിൽ ഖബർസ്ഥാനിന്റെ മുമ്പിൽ നിന്നിട്ട് കരയുന്നുണ്ട്. കണ്ണുനീരിൽ നിന്ന് കണ്ണുനീര് വാർന്നൊലിക്കുന്നുണ്ട്. സ്വഹാബി ചോദിച്ചു, ലിമ തബ്കി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എന്തിനാണ് താങ്കൾ കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്റെ സഹോദരങ്ങളെ ഓർത്തുപോയി, എന്റെ സഹോദരങ്ങളെ ഞാൻ ഓർത്തുപോയി, എന്റെ സഹോദരങ്ങളെ ഞാൻ ഓർത്തുപോയി. അപ്പോഴാണ് സ്വഹാബി ചോദിച്ചത്, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ ഞങ്ങൾ അങ്ങയുടെ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ. ഇസ്തഖ്തു ലി ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് പൂതിയായി, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് കൊതിയായി, എന്റെ സഹോദരങ്ങളെ കാണണമെന്ന് എന്റെ മനസ്സിന് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് സ്വഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ് അവലസ്നാ ഇഖ്വാനു, ഞങ്ങൾ അങ്ങയുടെ സഹോദരനല്ലേ നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറഞ്ഞത്, ലാ, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, ബൽ അൻതും സ്വഹാബി, നിങ്ങൾ എന്റെ സ്വഹാബാക്കളാണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ ഫോളോവേഴ്സ് ആണ്, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല. ആരാണ് എന്റെ സഹോദരങ്ങൾ? എന്റെ മരണശേഷം എന്നെ കാണാതെ എന്നെ കേൾക്കാതെ ഇന്ന ഒരാൾ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്, മക്കയിൽ 13 വർഷക്കാലം ജീവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുകയും ഹബീബിന്റെ ജീവിതത്തിൽ പല തവണകളായി സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എന്റെ സഹോദരന്മാരെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, അവരാണ് എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് നമ്മെ ഓർത്ത് കരഞ്ഞു പോയ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ നമ്മൾക്ക് സമയം ലഭിക്കുന്നുണ്ടോ? ആലോചിക്കണ്ടേ അല്ലെ? എത്ര വട്ടം പറയും ഡെയിലി എത്ര വട്ടം പറയും മെസ്സിയുടെ പേര്? മെസ്സി നമുക്ക് എന്ത് ചെയ്തു മെസ്സി നമ്മൾക്ക് എന്ത് ചെയ്തു? മെസ്സിയൊക്കെ രാജിവെച്ചപ്പോ കരഞ്ഞ ആളുകളുണ്ട് അല്ലേ? റൊണാൾഡോ നമുക്ക് എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അവര് നമ്മളെ കൊണ്ടൊന്നും ചെയ്തിട്ടില്ല, അവര് സമ്പാദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഓട്ടോഗ്രാഫിന് പോയാൽ നിങ്ങൾ ഓടിച്ചൂടും ചെയ്യും വേണമെങ്കിൽ അല്ലെ? അങ്ങനെ കുറെ വാർത്തകളൊക്കെ താരങ്ങളുടെതൊക്കെ കേട്ടിട്ടുണ്ട്. അവരൊന്നും നമ്മൾക്കൊന്നും ചെയ്തു തരാത്ത ആളുകൾക്ക് നമ്മൾ അങ്ങോട്ട് മാക്സിമം ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി വാദിക്കുക, അവർക്ക് വേണ്ടി ശബ്ദിക്കുക, അവരെ എന്നും മനസ്സിൽ ഓർത്ത് നടക്കുക, അവരെ എന്തെങ്കിലും വാർത്തകൾ കാണുമ്പോൾ താല്പര്യം കാണിക്കുക. പക്ഷേ ഇവരൊന്നും നമ്മൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ല. നമ്മൾക്ക് ചെയ്തു തന്നതാരാ? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്ക് നമ്മളൊന്നും കൊടുക്കുന്നില്ല. എന്തൊരു അല്ലെ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതൊക്കെ. അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്തു തൗബയിൽ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗം അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുകയാണ്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടാണോ, നിങ്ങളുടെ സഹോദരങ്ങളോടാണോ, നിങ്ങളുടെ ഭാര്യമാരോടാണോ, ഔ അശീറത്തുക്കും, നിങ്ങളുടെ ഭാര്യമാരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാണോ, ഔ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം വരുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടമാണോ, ഔ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ ഔ മസാകിന തർലൗനഹാ, നിങ്ങളുടെ അമ്പരച്ചുംബികളായ വീടാണോ, അല്ല നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ കച്ചവടവുമാണോ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, നിങ്ങൾക്ക് അല്ലാഹുവിനെക്കാളും അല്ലാഹുവിന്റെ ഹബീബിനെക്കാളും ഇഷ്ടം. ആയത്ത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ്. قل إن كان آباؤكم أو أبناؤكم أو أزواجكم أو عشيرتكم أو
وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. എത്ര ഗൗരവമാണ് ഈ ആയത്തിന്റെയൊക്കെ അർത്ഥം. നിങ്ങളുടെ മക്കളോടാണ് നിങ്ങൾക്ക് സ്നേഹമെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാരോടാണ് സ്നേഹമെങ്കിൽ, നിങ്ങളുടെ വീടിനോടാണ് സ്നേഹമെങ്കിൽ, നിങ്ങളുടെ ചങ്ങാതിമാരോടാണ് സ്നേഹമെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കളോടാണ് സ്നേഹമെങ്കിൽ, ആരെക്കാൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, നിങ്ങളുടെ അല്ലാഹുവിനെക്കാളും റബ്ബായ രക്ഷിതാവായ പടച്ച തമ്പുരാനെക്കാളും അവന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും സ്നേഹം മറ്റുള്ള ആളുകളാണെങ്കിൽ ഇതിൽ മെസ്സിയെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. മെസ്സിയെ കുറിച്ചിട്ടോ റൊണാൾഡോയെ കുറിച്ചിട്ടോ സിനിമാ നടന്മാരെ കുറിച്ചിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ആരെയാ? ഉപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ, കച്ചവടം, ബിസിനസ്, വീട്, ഇതൊക്കെ പറഞ്ഞത്. ഇവരോടാണ് പൊതുവെ ഇവരോടാ സ്നേഹം ഉണ്ടാവുക. പക്ഷെ ഇന്നത് ഇല്ലതാണ് അല്ലേ? പൊതുവെ സ്നേഹം ഉണ്ടാവുക ആരോടാ? ഉപ്പയോട് സ്നേഹം ഉണ്ടാകും, മക്കളോട് സ്നേഹം ഉണ്ടാകും, ഭാര്യയോടുണ്ടാകും. ഇത് തീരെ സ്നേഹമില്ലാത്ത ഭാര്യമാരോടാണ് അല്ലേ? ചിരിക്കുന്നുണ്ടല്ലോ. സംഭവം അങ്ങനെയാണ്. സത്യത്തിൽ കൂടുതൽ സ്നേഹം വേണ്ടത് ഭാര്യയോട് മക്കളോടൊക്കെയാണ്. പക്ഷെ ഇന്ന് അവരെ കുടുംബം അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഉപ്പ ഉമ്മ അതൊക്കെ ഇപ്പം കാണുന്നില്ല. നമുക്ക് എന്റെ ഫ്രണ്ടും എന്റെ സുഹൃത്തുക്കളും എന്റെ ചങ്ങാതി എന്റെ ക്ലാസ്മേറ്റ് എന്റെ കാമുകന്മാർ എന്റെ കാമുകിമാർ ഇതൊക്കെ മതി. ഇത് കഴിഞ്ഞിട്ട് മതി ഉപ്പയും ഉമ്മയൊക്കെ. അതുകൊണ്ടാണല്ലോ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകാൻ വല്ലാത്ത താല്പര്യം കാണിക്കുന്നത് പെൺകുട്ടികളൊക്കെ അല്ലേ? ഉപ്പയോടും ഉമ്മയോടും സ്നേഹം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇറങ്ങിപ്പോകാൻ പറ്റും. ഇന്നലെ കണ്ട കാമുകന്റെ കൂടെ ഉപ്പയോട് ഉമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉപ്പ പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഉമ്മമാർക്ക് മക്കളെ ഒഴിവാക്കിയിട്ട് കണ്ട കാമുകന്റെ കൂടെ പോകാൻ പറ്റുമോ? സത്യത്തിൽ സ്നേഹം വേണ്ടത് എവിടെയാണ്? ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖല ഏതൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ ഉപ്പയോട് സ്നേഹം ഉണ്ടാകും. കാരണം ഉപ്പ ഒരുപാട് നമ്മൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ഉമ്മയോട് സ്നേഹം ഉണ്ടാകും, ഉമ്മയും അധ്വാനിക്കുന്നുണ്ട്. മക്കളോട് സ്നേഹം ഉണ്ടാകും, കാരണം അവർ നമ്മുടെ കരളിന്റെ കഷ്ണമാണ്. ഭാര്യയോട് സ്നേഹം ഉണ്ടാകും, കാരണം ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മളാണ് അല്ലെ? നമ്മൾ ഭാര്യയാണ്, ഭാര്യ നമ്മളാണ്. നമ്മൾ രണ്ടും ഒന്നാണ് അല്ലെ? ഭാര്യയും ഭർത്താവും ഒന്നാണ്. അവിടെയും സ്നേഹം ഉണ്ടാകും. വീടിനോട് സ്നേഹം ഉണ്ടാകും, കാരണം 19 വർഷക്കാലം ഗൾഫിലും നാട്ടിലും അധ്വാനിച്ചിട്ടാണ് ഒരാൾ മനോഹരമായ വീടുണ്ടാക്കുന്നത്. കച്ചവടത്തോടും താല്പര്യം ഉണ്ടാകും, കാരണം കച്ചവടം ഉണ്ടായാലേ പൈസ കിട്ടുള്ളൂ. അവിടെയൊക്കെ താല്പര്യം ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇതൊക്കെ സ്നേഹിച്ച കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാളൊക്കെ സ്നേഹം എവിടെ വേണം? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും സ്നേഹം അവിടെ പാടില്ല. ഉമ്മയോട് പാടില്ല, മക്കളോട് പാടില്ല, ഭാര്യമാരോട് പാടില്ല, ആരോടും പാടില്ല. ഹബീബാണ് വലുത്, അല്ലാഹുവാണ് വലുത്. ഇതിങ്ങനെ ഇത് മറ്റുള്ളവരൊക്കെ ഇതിനേക്കാളും വലുതായാലോ? അല്ലാഹുവിന്റെ ഒരു ശിക്ഷ നിങ്ങളിലേക്ക് വരാനിരിക്കുന്നുണ്ട്, കാത്തിരുന്നോളണം. അല്ലാഹുവിനെയും അവന്റെ ഹബീബിനെയും മറ്റുള്ള സർവ്വ വസ്തുക്കളെക്കാളും സ്നേഹിക്കാത്തവനെ അല്ലാഹു ഒരിക്കലും സന്മാർഗികളിൽ പെടുത്തില്ല. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അവർ തെമ്മാടികളാണ്. ആദ്യം പ്രിയോറിറ്റി അല്ലാഹുവിനോടും റസൂലിനോടും, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരോടുള്ളൂ. ഈ പ്രിയോറിറ്റി മറ്റുള്ളവർക്ക് കൊടുത്താലോ? ഇന്നല്ലാഹു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അവൻ തെമ്മാടിയാണ്, അവൻ അല്ലാഹു നന്നാക്കൂല. നിങ്ങൾ അല്ലാഹുവിന്റെ കോപം, അല്ലാഹുവിന്റെ ശിക്ഷ, അല്ലാഹുവിന്റെ അദാബിനെ കാത്തിരിക്കണമെന്നൊരു താക്കീത് സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്നുണ്ട്. കാര്യം ഗൗരവമാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു പെടുത്തട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് അങ്ങയെ വല്ലാത്ത ഇഷ്ടമാണ്, അങ്ങയോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ, അങ്ങയോട് വല്ലാത്ത താല്പര്യമാണ് നബിയേ. എന്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അങ്ങയെയാണ്.
ആദ്യം എന്റെ ശരീരം, അത് കഴിഞ്ഞാലോ പിന്നെ ഭാര്യ മക്കളൊന്നല്ല, അങ്ങാണ് നബിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റൂല, നിന്റെ ശരീരം കഴിഞ്ഞിട്ട് എനിക്ക് സ്ഥാനം തരിക, ഞാൻ നടക്കൂല. നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നത് വരെ ഉമറേ ആയിട്ടില്ല, നീ പരിപൂർണ്ണ മുഅ്മിനല്ല, നീ സത്യവിശ്വാസിയല്ല, നീ സത്യവിശ്വാസിയല്ല, പരിപൂർണമായ വിശ്വാസിയല്ല. ലാ യാ ഉമർ, ശരിയായിട്ടില്ല. നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ സ്നേഹിക്കണം, നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ സ്നേഹിക്കണം. അപ്പൊ പറഞ്ഞു നബിയെ, എന്നാൽ ഈ നിമിഷം മുതൽ എനിക്ക് എന്റെ ശരീരത്തെക്കാളും ഇഷ്ടം അങ്ങയെയാണ്, എന്റെ ശരീരത്തെക്കാളും ഇനി മുതൽ ഞാൻ സ്നേഹിക്കുക അങ്ങയെയാണ്. എന്റെ ശരീരത്തിലേക്ക് ഒരു മുള്ള് തറച്ചു, അങ്ങയുടെ ശരീരത്തിലേക്ക് ഒരു മുള്ള് തറച്ചു, എന്നാൽ ഈ മുള്ളിന് വേദന എനിക്ക് അനുഭവിക്കുകയേ ഇല്ല. എന്റെ വേദന എന്താ? അങ്ങേക്ക് മുള്ള് തറച്ചതിന്റെ പേരിലാണ്. എനിക്ക് വെട്ടേറ്റു, നോ പ്രോബ്ലം, അത് പ്രശ്നമേ അല്ല. അങ്ങേക്ക് വെട്ടേറ്റ് എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടാണല്ലോ ഉമർ തങ്ങൾ പറഞ്ഞത്, ഫത്ഹു മക്ക കീഴടക്കി മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴാണ്, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ അബ്ബാസ്, അങ്ങയുടെ ഇസ്ലാമാണ് എനിക്കിഷ്ടം. എന്റെ ഉപ്പ, എന്റെ പിതാവ്, എന്നെ തീറ്റിപ്പോറ്റി എന്റെ പിതാവായ ഖത്താബ് ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാളും എനിക്കിഷ്ടം അബ്ബാസ് ഇസ്ലാമിലേക്ക് കടന്നു വരലാണ്. കാരണം ഖത്താബിന്റെ ഉപ്പയാണ് അബ്ബാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്. നബി തങ്ങളുടെ ആളാപ്പ ഇസ്ലാം സ്വീകരിക്കുന്നതാണ്. എന്റെ ഉപ്പ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനേക്കാളും എനിക്കിഷ്ടം. എന്തേ? ആദ്യം ശരീരമായിരുന്നു, പിന്നെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറ്റി. എന്നിട്ട് പറഞ്ഞു, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴല്ലേ എന്റെ ഹബീബിന്റെ കണ്ണിന് കുളിർമയുണ്ടാകുന്നത്, എന്റെ ഹബീബിന് സന്തോഷം ഉണ്ടാകുന്നത്. ഹബീബിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. എന്റെ ഉപ്പ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനേക്കാളും അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണിന് കുളിർമ ലഭിക്കുന്നത് മഹാനായ ഹബീബിന്റെ പിതൃവ്യനായ അബ്ബാസ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരലാണല്ലോ. അതുകൊണ്ട് അങ്ങയുടെ ഇസ്ലാമാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമർ, ഇപ്പോഴാണ് ഉമറേ നിന്റെ വിശ്വാസം പൂർണ്ണമായത്. നമ്മളൊക്കെ എന്ത് മുസ്ലിം എന്ന് പറയാൻ പറ്റും? എന്നെ എടുക്കാം, നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, ഞാൻ എടുക്കാതിന് ഉത്തരവാദിയാണ് എന്ന് പറയാൻ പറ്റും? നമ്മളൊക്കെ നമ്മുടെ മനസ്സ് ഹബീബിനെ കുറിച്ചാണോ ചിന്തിക്കാറ്? ചിന്തിക്കേണ്ട വിഷയമാണ്, പ്രത്യേകം ചിന്തിക്കുക, മനസ്സറിഞ്ഞുകൊണ്ട് ചിന്തിക്കുക. അങ്ങനെ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല, അല്ലേ? അല്ലാഹു എല്ലാവരെക്കാളും ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. لو كان حبك صادقا لأطعته إن المحب لمن يحب يطيع. നമ്മൾ പറയുന്നുണ്ടല്ലോ, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണെന്ന്, ഹബീബിനെ ഇഷ്ടമാണെന്ന്. അത് വെറും വാക്ക് മാത്രമാണ്. എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടം, എനിക്ക് എന്റെ ഹബീബിനെ ഇഷ്ടമുണ്ട് എന്ന് നാഴികക്ക് 40 വട്ടം വിളിച്ചു പറയുന്നവർ അത് വെറും പാഴ്വാക്കാണ്. ആ വാക്കിന് വിലയില്ല, പുല്ല് വില പോലും ആ വാക്കിനില്ല. എന്തേ? നിനക്ക് അല്ലാഹു ഹബീബിനോടാണ് ഇഷ്ടമെങ്കിൽ നിന്റെ സ്നേഹം, നിന്റെ വാക്കിന് വിലയുണ്ടെങ്കിൽ, നീ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ. ആരെയാണോ സ്നേഹിക്കുന്നത് അവര് പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിശ്വസിക്കും. സ്നേഹിക്കുന്നവർ കാമുകിക്ക് വേണ്ടി ഭക്ഷണം നൽകാൻ തയ്യാറാവുന്ന ചെറുപ്പക്കാരില്ലേ? കാമുകിമാർക്ക് വേണ്ടി മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നവർ, കാമുകിക്ക് വേണ്ടി സിനിമക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുന്നവർ. ഒരുപക്ഷെ അവരുടെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും തന്റെ കാമുകിയുടെ ആവശ്യം ഒരു ബർഗർ കഴിക്കണമെങ്കിൽ എവിടെന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്ന് കൊടുക്കാൻ തയ്യാറാവും. എന്തേ? നിനക്ക് അവരോടുള്ള സ്നേഹം സത്യമാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ നീ തയ്യാറാണ്. അപ്പൊ നമ്മുടെ സ്നേഹം സത്യാണോ? ധന്യരായ നമ്മുടെ സയ്യിദ് ഹദിയത്തുല്ലാ തങ്ങൾ
ഐദ്രൂസി അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 10:53 ഒരു 10 മിനിറ്റ് 11 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഇൻഷാ അല്ലാഹ് ദുആക്ക് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് വേറൊരു അവസരത്തിൽ ഒന്ന് ഫ്രീ ആയിട്ട് തന്നെ പറയാല്ലേ, വൃദ്ധൊന്നും ഇല്ലാതെ വൃദ്ധര ദിവസം മാറ്റി വെച്ചിട്ട് 2-2.5-3 മണിക്കൂർ വാല് പറയാനായിട്ട് വരും. ഇന്ന് ഒരു സ്യൂട്ടബിൾ അല്ലാന്ന് എനിക്ക് തോന്നാണ്. ഇൻഷാ അല്ലാഹ് ഒരിക്കലും ഇൻഷാ അല്ലാഹ് ഇനി പെട്ടെന്ന് നിർത്തട്ടോ, ഞങ്ങൾ വന്നത് നിർത്താനുള്ള സൂചനയാണ്. إن كان حبك صادقا لأطعته إن المحب لمن يحب يطيع. അല്ലാഹുവിന്റെ ഹബീബിനോടും അല്ലാഹുവിനോടുമുള്ള സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ അവർ പറയുന്നതേ നമ്മൾ അനുസരിക്കുള്ളൂ, തെറ്റ് ചെയ്യാൻ നമ്മൾക്ക് പറ്റൂല. അതുകൊണ്ട് കപടമായ വാക്കുകൾ പറഞ്ഞു നടക്കല്ലേ. ഈ സ്നേഹമൊക്കെ കാപട്യമാണ്. ആ പുഞ്ചിരി കുലീനമാം കള്ളം നെഞ്ചി കീറി ഞാൻ നേരിനെ കാട്ടാം. അതൊരു മലയാള കവിയുടെ വാക്കുകളാണ്. ആ പുഞ്ചിരി മുഖം നോക്കിയിട്ട് എന്താ പുഞ്ചിരി, പക്ഷേ കുലീനമാം കള്ളം നീ ആ പുഞ്ചിരിയൊക്കെ വെറുതെ സോപ്പിടാൻ വേണ്ടിയിട്ടുള്ള പുഞ്ചിരിയാണ്. നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം, നിന്റെ അകത്തളങ്ങളിൽ സ്നേഹമൊന്നുമില്ല, ഇത് വെറും ഒരു കണ്ണിൽ പൊടിയിടാനുള്ള പുഞ്ചിരിയാണ്. നമ്മുടെ വാക്കുകൾ അങ്ങനെ തന്നെ. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, എന്ത് പറ്റി നബിയേ? അങ്ങയുടെ മുഖമാകെ വിവർണമായി പോയിട്ടുണ്ടല്ലോ, അങ്ങയുടെ മുഖമാകെ കറുത്തു പോയിട്ടുണ്ടല്ലോ, ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ടല്ലോ നബിയേ, അങ്ങേക്ക് എന്ത് പറ്റി, അങ്ങേക്ക് എന്ത് പറ്റി എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുമ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, കേൾക്കണേ കേൾക്കണേ, മനോഹരമായ ഭക്ഷണം എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് വേണ്ടി കരഞ്ഞു പോയ, നമ്മൾക്ക് വേണ്ടി ശബ്ദിച്ചു പോയ, നമ്മൾക്ക് വേണ്ടി ലോകത്തോട് വിട പറഞ്ഞു പോയ, ഇനി നാളെ മഹ്ശറാവൻ സഭയിൽ എല്ലാവരും നെട്ടോട്ടം ഓടുമ്പോ എല്ലാവരും പറയുന്ന വാക്ക് നഫ്സി 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 നഫ്സിയാ. എന്റെ ശരീരം തന്നെ കഷ്ടമാണല്ലോ, ഞാൻ തന്നെ ഭയപ്പാടിലാണല്ലോ. യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ, യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ. അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുന്ന വിളി എന്താണ്? ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. ആദം നബി പറയുന്നത് എന്റെ അടുത്തേക്ക് വരരുതെന്നാണ്, നോഹ് നബി പറയുന്നത് എന്റെ അടുത്തേക്ക് വരരുതെന്നാണ്, മൂസാ നബി പറയുന്നത് എന്റെ അടുത്തേക്ക് വരല്ലേ എന്നാണ്, ഇബ്രാഹിം നബി പറയുന്നത് എന്റെ അടുത്തേക്ക് വരല്ല, ഈസാ നബിയും പറയുന്നത് അതേ വാക്ക് തന്നെ, എന്റെ അടുത്തേക്ക് വരല്ലേ, എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ പറ്റൂല. പക്ഷേ എല്ലാവരും സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി കാത്തിരിക്കുന്ന, എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഉമ്മത്തി, എന്റെ സമൂഹമേ, എന്റെ സമൂഹമേ, എന്റെ സമൂഹമേ എന്ന് പറഞ്ഞു. ആ ഭൂമിയിൽ സുജൂദ് ചെയ്യുമെന്ന് പഠിപ്പിച്ചത് വളരെ സ്വഹീഹായ ഹദീസല്ലേ. ആ നബിയുടെ പേരിലല്ലേ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, ആ ഹബീബിന്റെ പേരിലല്ലേ സ്വലാത്ത് ചൊല്ലുന്നത്, ആ ഹബീബിന് വേണ്ടിയല്ലേ നമ്മൾ ശബ്ദിക്കേണ്ടത്. ഇങ്ങനെ മരിച്ചുപോയ നമ്മൾക്ക് വേണ്ടി ആഖിറത്തിൽ വരെ ശുപാർശ ചെയ്യാൻ കാത്തിരിക്കുന്ന മുഹമ്മദ് നബി, ആ നബിയുടെ അടുത്തേക്കാണ് കഅബ് റളിയല്ലാഹു അൻഹു വരുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്തേ താങ്കളുടെ മുഖമാകെ മാറിയിട്ടുണ്ടല്ലോ, മുഖമാകെ വിവർണമായിട്ടുണ്ടല്ലോ, ആ പഴയ സൗന്ദര്യമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോഴാണ് നബി തങ്ങളെ പറയുന്നത്, എങ്ങനെ എന്റെ ശരീരം മാറാതിരിക്കും, എങ്ങനെ എന്റെ ശരീരം ദ്രവിക്കാം, എങ്ങനെ എന്റെ ശരീരത്തിന് ക്ഷീണം സംഭവിക്കാതിരിക്കും, എങ്ങനെ എന്റെ ശരീരം ശുഷ്കിക്കാതിരിക്കും. 3 ദിവസമായി എന്റെ ശരീരത്തിലേക്ക് ഒരു കരള് പ്രവർത്തിക്കുന്ന ഒരു ശരീരത്തിലേക്ക്, ഒരു ബോഡിയിലേക്ക്, ഒരു വസ്തുവിലേക്ക് ഭക്ഷണം ആവശ്യമുണ്ടല്ലോ. എന്നാൽ 3 ദിവസമായി എന്റെ ശരീരത്തിലേക്ക് ഒരല്പം പോലും ഭക്ഷണം കയറിയിട്ടില്ല. 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. അതിന്റെ ക്ഷീണമാണ് എന്റെ മുഖത്ത് പ്രകടമാവുന്നത്, അതിന്റെ ക്ഷീണമാണ് എന്റെ ശരീരത്ത് കാണുന്നത്, അതിന്റെ ക്ഷീണത്തിലാണ് എന്റെ മുഖം വാടി തളർന്നിട്ടുള്ളത്. ഇത് കേൾക്കാൻ കഅബിന് സാധിച്ചില്ല, ഇത് കേൾക്കാൻ കഅബ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല. കഅബ് റളിയല്ലാഹു അൻഹു ഓടിപ്പോയി ഹബീബിന്റെ ഹളറത്തിൽ നിന്ന്. അപ്പോഴാണ് ഒരു ജൂതനവിടെ, തന്റെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് കാണുന്നത്. ജൂതനെ വിളിച്ചു, അല്ലയോ സഹോദര, നിങ്ങളുടെ ഈ ഒട്ടകങ്ങൾക്ക് ഞാൻ ബക്കറ്റിൽ വെള്ളം നിറച്ച് ഓരോ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം നൽകാം, എനിക്കൊരു
ഒരു ബക്കറ്റിന് പകരം ഒരു ഈത്തപ്പഴം എന്ന രീതിയിൽ എനിക്ക് ശമ്പളം തരുമോ, എനിക്ക് പ്രതിഫലം തരുമോ എന്ന് ചോദിച്ചു. ആ ജൂത സഹോദരൻ സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ ജൂതന്റെ എല്ലാ ഒട്ടകങ്ങൾക്കും വെള്ളം നൽകി. എന്നിട്ട് ജൂതന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതാ എന്റെ ജോലി ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ശമ്പളം വേണേ, എനിക്ക് പ്രതിഫലം തരണേ. നേരെ നൽകി അല്പം ഈത്തപ്പഴങ്ങൾ. ആ ഈത്തപ്പഴവും കയ്യിൽ പിടിച്ചിട്ടാണ് നബി തങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ ഇത് പിടിച്ചാലും നിങ്ങൾ ഇത് കഴിച്ചാലും അങ്ങ് തളരുന്നത് എനിക്ക് ഇഷ്ടമല്ല, അങ്ങ് വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നബി ചോദിച്ചു, എവിടെ നിന്നാണ് ഈ ഈത്തപ്പഴമെന്ന്? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ഇന്നാലിന്ന ജൂത സഹോദരന് അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങൾക്ക് വെള്ളം നൽകി ജോലി ചെയ്ത് ശമ്പളമായി വാങ്ങിച്ചതാണ്. അപ്പോഴാണ് നബി തങ്ങൾ സന്തോഷം. നബി തങ്ങൾ ഈ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, കഅബേ, കഅബേ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ട് നബിയേ, അങ്ങയോടല്ലാതെ പിന്നെ ആരോടാണ് എനിക്ക് സ്നേഹമുള്ളത്? അങ്ങയോട് എനിക്ക് സ്നേഹമുണ്ട് നബിയേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നബിയേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കഅബേ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യം വരാൻ സാധ്യതയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പ്രയാസം വരാൻ സാധ്യതയുണ്ട് നബിയേ. അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ദാരിദ്ര്യം എനിക്ക് കുഴപ്പമില്ല, പ്രയാസങ്ങൾ എനിക്ക് കുഴപ്പമില്ല നബിയേ, അങ്ങയുടെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. ഇത് പറഞ്ഞിട്ട് പോയതാണ്. കഅബ് റളിയല്ലാഹു അൻഹു പിന്നെ രോഗിയായി കിടപ്പിലായി, രോഗിയായി കിടന്നു. നബി തങ്ങൾ കണ്ടില്ല. ചോദിച്ചു, എവിടെയാണ് കഅബ് എന്ന്? അപ്പോഴാണ് അറിയാൻ സാധിച്ചത് കഅബ് രോഗിയായി കിടക്കുകയാണെന്ന്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബിന്റെ അടുത്തേക്ക് ചെന്നു, കഅബിനെ സന്ദർശിക്കാൻ ചെന്നു. അപ്പോഴാണ് കഅബിന്റെ മാതാവ് പറയുന്നത്, ഹനീഅൻ ലകൽ ജന്ന, കഅബേ, നിനക്ക് സ്വർഗ്ഗമുണ്ട്, കഅബേ, നിനക്ക് സ്വർഗ്ഗമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരാണ് ആ പെണ്ണ് എന്ന്? അപ്പൊ പറഞ്ഞു, ഇത് കഅബിന്റെ മാതാവാണ്. ഉമ്മയോട് ചോദിച്ചു, ആരാണ് നിങ്ങളോട് പറഞ്ഞത് കഅബിന് സ്വർഗ്ഗമുണ്ട് എന്ന്? കഅബ് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്ക് ആരാണ് സ്വർഗ്ഗം കഅബിന് നൽകി എന്ന് പറയുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് കഅബിന്റെ മാതാവിനോട് ചോദിച്ച സംഭവം ഹദീസായ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിച്ചു വെച്ചവരായിരുന്നു മഹാന്മാരായ സ്വഹാബാക്കൾ. എന്റെ ജീവിതമല്ല വലുത്, എനിക്ക് വലുത് നബിയാണ്. അല്ലാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ് ഈ സ്വലാത്തുകളൊക്കെ ചെല്ലുന്നത്. അറിയുന്നൊരു ഹദീസാണല്ലോ, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ മടിക്കുന്നവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അകലെയാണ്. അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണ്. മിമ്പറിൽ നിന്ന് 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു, അബ്അദഹുല്ലാഹ്, അയാൾ അല്ലാഹു അകറ്റട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റട്ടെ, ആമീൻ. രണ്ടാമത്തെ തവണ വന്നു, അബ്അദഹുല്ലാഹ്, അയാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അകറ്റട്ടെ. ആരാണ് അയാൾ? ഒന്നാമത്തേത്, പരിശുദ്ധമായ റമളാൻ ഒരാൾക്ക് ലഭിക്കുകയും റമളാൻ കഴിഞ്ഞു പെരുന്നാളിന്റെ ആ ഒരു പെരുന്നാൾ ആകുമ്പോഴേക്കും അയാളുടെ പാപങ്ങൾ മുഴുവനായി പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അവന് സ്വർഗ്ഗമില്ല, സ്വർഗ്ഗത്തിൽ നിന്ന് അകലെയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ കഴിഞ്ഞു, നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ദുആ ചെയ്തിട്ടുണ്ടോ? തൗബ ചെയ്തിട്ടുണ്ടോ? എന്താണ് പഠിച്ചോ നിങ്ങൾ ദുആ ചെയ്യില്ലേ? റമളാനിൽ ദുആ ചെയ്യലില്ലേ? ദുആ ചെയ്തിട്ടുണ്ട്, തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചേക്ക്, എന്റെ തെറ്റൊക്കെ പുറത്തു തന്നിട്ടുണ്ട്. കാരണം നമ്മൾക്ക് പൂർണ്ണമായ വിശ്വാസമില്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ദുആ ചെയ്യും, പിന്നെ ചില പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകൾ, ഹക്കിടപാടുകൾ, അതുണ്ടെങ്കിൽ ദുആ സ്വീകരിക്കില്ല. ഈ ഇടപാടുകളൊക്കെ കൊടുത്തു വീട്ടി പടച്ചോനുമായിട്ടുള്ള തെറ്റുകളാണെങ്കിൽ നമ്മളൊന്ന് മനമൊരുക്കി കരഞ്ഞാൽ പൊറുക്കപ്പെടാനേ ഉള്ളൂ. കാരണം ഇത് ആര് പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ്,
ഒരാളൊരു തെറ്റ് ചെയ്തു, ഖേദം വന്നു, പടച്ചോന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയല്ലോ, അസ്തഗ്ഫിറുല്ലാഹ്, നിനക്ക് പുറത്തു തരണേ എന്നൊരാൾ കരഞ്ഞു ദുആ ചെയ്താൽ പിന്നെ അയാളുടെ തെറ്റ് ഇവിടെ എഴുതി വെക്കില്ല. കമല്ലാ ദംബല, അയാൾക്ക് ദോഷമില്ല എന്ന് പറഞ്ഞത് ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വിശ്വസിക്കൽ ഒരു മുഅ്മിനിന്റെ അല്ലേ? ഇത് വിശ്വസിക്കൽ ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. ഈ ഹദീസ് നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത് അതേപോലെ നടക്കുമെന്നത് വിശ്വസിക്കേണ്ടത് ഒരു മുഅ്മിനിന്റെ ലക്ഷണമാണ്. അപ്പൊ നമ്മൾ ദുആ ചെയ്യുക, ആത്മാർത്ഥമായി കരഞ്ഞ് ദുആ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കരഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ അള്ളാഹുമായിട്ട് ഇടപെടുന്ന വിഷയങ്ങൾ അള്ളാഹു പുറത്തു തരും. മനുഷ്യന്മാരുമായിട്ട് ഇടപെടുന്നുള്ള വിഷയങ്ങൾ അത് അവരുമായിട്ട് തന്നെ ബന്ധിക്കേണ്ടി വരും. ഒന്നതാണ് റമദാൻ കിട്ടിയിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലേ? അല്ലാഹുവിൽ നിന്ന് അകലെയാണ്. രണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ, ഹബീബിന്റെ പേര് പറയപ്പെടുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവൻ അല്ലാഹു അയാളെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ ആമീൻ. മൂന്നാമത് പറഞ്ഞു, മാതാപിതാക്കളെ വാർദ്ധക്യ സമയത്ത് പരിപാലിക്കാൻ അവസരം ലഭിച്ചു. അങ്ങനെ ലഭിക്കുന്നതൊരു സൗഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. ഉമ്മയെയും ഉപ്പയെയും ശുശ്രൂഷിക്കാൻ ഒരാൾക്ക് അവസരം ലഭിച്ചു എന്ന് വെച്ചാൽ ഒരു 50-60 വയസ്സാകുമ്പോൾ ഉപ്പ മരിച്ചു പോയില്ല. ഉപ്പ ഒരു 70-80 വയസ്സ് വരെ ഉപ്പയും ഉമ്മയും ജീവിച്ചു. അങ്ങനെ നമ്മുടെ വീട്ടില് വൃദ്ധരായ ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. അവരെ നല്ല രീതിയിൽ പരിപാലിച്ചാൽ, അവരെ നല്ല രീതിയിൽ ബഹുമാനിച്ചു, വേണ്ട ചികിത്സകൾ ചെയ്തു, ശുശ്രൂഷകൾ ചെയ്തു, പരിപാലിച്ചു. ഉമ്മ മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി, അവരുടെ രണ്ടുപേരുടെയും മരണത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. ഇനി വാർദ്ധക്യത്തിന്റെ ആ ഒരു കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഉമ്മയും ഉപ്പയും ജീവിക്കുന്ന ഒരു വീട്ടിൽ അവരെ മൈൻഡ് ചെയ്യാൻ മക്കള് തയ്യാറായില്ലേ? അപ്പൊ അവർക്ക് നരകമാണ്, അവർ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലെയാണ്. അപ്പോ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ്. നരകത്തിലേക്കുള്ള എളുപ്പവഴി ഉമ്മയെയും ഉപ്പയെയും ധിക്കരിക്കലുമാണ്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരൊറ്റൊരു ആയത്തും കൂടി ഓതി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. الذين آمنوا സത്യവിശ്വാസികളായ ആളുകൾ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ഒരാളുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നത് ബിദിക്രില്ലാഹ്, അവൻ അല്ലാഹുവിനെ സ്മരിക്കുമ്പോഴാണ്. ഹബീബിനെ സ്മരിക്കുന്നത് അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് തുല്യമാണ്. ഒരാൾ സ്വലാത്ത് ചൊല്ലി, അതും ദിക്ർ തന്നെയാണ്. സ്വലാത്ത് ചൊല്ലിയ നബി തങ്ങളെ സ്നേഹിക്കുന്നത് ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് അള്ളാഹുവിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിച്ചത് കൊണ്ടല്ലേ ഈ ഹബീബിന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ഇല്ല. ഒരാൾക്ക് അള്ളാഹുവിന് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഈ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലില്ല. ഇല്ല. അലാ, നിങ്ങൾ അറിയണേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യന്മാരുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നത്, ശാന്തി ലഭിക്കുന്നത്, സന്തോഷം ലഭിക്കുന്നത് ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുമ്പോഴാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഹദീസും കൂടി, ഇദാ നാമ ഇബ്നു ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളായ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ, ഖാലൽ മലക്കു ലിശ്ശൈത്വാൻ, മലക്കുണ്ട് നമ്മുടെ കൂടെ, ഒരു പിശാചുണ്ട് നമ്മുടെ കൂടെ. എല്ലാവരുടെ കൂടെ മലക്കുണ്ട്, പിശാചുണ്ട്. ഖിയാമത്ത് നാൾ അങ്ങനെ തന്നെ പോവാ, പിശാചുണ്ടാകും, മലക്കുണ്ടാകും. മലക്കുണ്ട്, പിശാചുണ്ട്. ഖാലൽ മലക്കു ലിശ്ശൈത്വാൻ, മലക്ക് പിശാചിനോട് പറയും, തിന്മകൾ എഴുതി വെക്കുന്ന ആളുകളോട് മലക്ക് പറയും, നിന്റെ കയ്യിലുള്ള ഏടൊന്ന് എനിക്ക് തരുമോ?
ഇയ്യാഹാ, തിന്മയുടെ ഏട് മലക്കിന്റെ കയ്യിലേൽപ്പിക്കും ശൈത്വാൻ. ഫമാ വജദ ഫീ സഹീഫതിഹി മിൻ ഹസനത്തിൻ മഹാബിഹാ അശറു സയ്യിആത്. മഹാന്മാരായ മലക്കുകൾ ശൈത്വാനിന്റെ കയ്യിലുള്ള തിന്മയുടെ ഏട് വാങ്ങിക്കുന്നു. എന്നിട്ട് അവരുടെ കയ്യിലുള്ള നന്മയുടെ ഏട് നോക്കുന്നു. ഇന്ന് സുബഹി മുതൽ വൈകുന്നേരം വരെ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഒരു നന്മ നീ ചെയ്തിട്ടുണ്ടോ? ഒരു നന്മ നീ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ നന്മ കാരണം നിന്റെ തിന്മയുടെ ഏടിലുള്ള 10 തിന്മകൾ അവർ മായ്ച്ചു കളയും. 2 നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ 20 തിന്മകൾ മായ്ച്ചു കളയും. 10 നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 തിന്മകൾ അല്ലാഹുവിന്റെ മലക്കുകൾ മായ്ച്ചു കളയും. എന്നിട്ടോ അതിനെ നന്മയായി ഇവിടെ എഴുതി വെക്കുകയും ചെയ്യും. അപ്പൊ നീ കളവ് പറഞ്ഞത്, നീ ഇവിടെ കളവ് പറഞ്ഞത് നന്മയുടെ ഇടയിൽ പ്രതിഫലമായി എഴുതി വെക്കും. മനസ്സിലായോ? മനസ്സിലായോ? നീ ഒന്ന് ചെറിയൊരു ചെറുദോഷം ചെയ്തത് അവിടെ ഒരു പുണ്യമുള്ള പ്രതിഫലമുള്ള കാര്യമായി എഴുതി വെക്കും. ഇത് ആർക്കാണ് ഇത് കിട്ടാനുള്ള അവസരം? എന്താ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളിൽ നിന്നുള്ള ഒരാൾ ഉറങ്ങാൻ കിടന്നാൽ, നിങ്ങളിൽ നിന്നുള്ള ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോ, ഇന്ന് വഅല കഴിഞ്ഞ് സയ്യിദ് അവർകളുടെ ദുആ കഴിഞ്ഞ് വീട്ടിലെത്തി വുളൂ ചെയ്തു ബെഡ്റൂമിൽ ചെന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ ഫല്യുകബ്ബിർ, നിങ്ങൾ തക്ബീർ ചൊല്ലണം 34 തവണ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 34 തവണ തക്ബീർ ചൊല്ലണം. സുബ്ഹാനല്ലാഹ് ചൊല്ലണം 33 തവണ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ് ചൊല്ലണേ 33 തവണ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ 100 തവണ, 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്. 66 ആയി. 34 തവണ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ഒരാൾ കിടന്നുറങ്ങി. അങ്ങനെ 100 എണ്ണം തികച്ചു കിടന്നുറങ്ങിയാൽ, സെഞ്ചുറി അടിച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ, നിന്റെ തിന്മകൾ അല്ലാഹുവിന്റെ മാലാക്കമാരെ മായ്ച്ചു കളയുകയും ആ തിന്മകൾക്ക് പകരം ആ തിന്മകൾ എത്ര തിന്മയാണോ ചെയ്തത്, 100 തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 നന്മയായി അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്തിന് അർഹനായി ഉറങ്ങാൻ പറ്റുമോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്തിന് അർഹനായി ഉറങ്ങാൻ പറ്റുമോ എന്ന് സഹാബാക്കളോട് നബി തങ്ങൾ ചോദിക്കുമ്പോഴാണ് സഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, നബിയെ എങ്ങനെയാണ് നാളെ ആഖിറത്തിലുള്ള ശഫാഅത്തിന് അർഹരായി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നത്? നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾ തയ്യാറായാൽ നാളെ എന്റെ ശഫാഅത്തിന് നിങ്ങൾ അർഹരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു 10 സ്വലാത്ത്, രാവിലെ ഒരു 10 സ്വലാത്ത്, മഗ്രിബിന് ശേഷം ഒരു 10 സ്വലാത്ത്, എല്ലാ ദിവസവും മരണം വരെ തുടർച്ചയായി ചെയ്യുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബിന്റെ ശഫാഅത്തിന് അർഹരായി നാളെ ആഖിറത്തിൽ ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സ്വലാത്ത് ചൊല്ലി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുമ്പോഴേക്കും നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. നമ്മൾക്ക് ഭക്ഷണം നൽകിയ ആളുകൾ അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകട്ടെ, സ്വർഗീയ പാനീയം നൽകട്ടെ. അല്ലാഹു സ്വർഗീയ സുഖങ്ങൾ നൽകി അല്ലാഹു അവരെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, സഹായിക്കുന്ന ആളുകളുണ്ട്, എപ്പോഴും ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, സ്നേഹബന്ധം നിലനിർത്തുന്ന ആളുകളുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇഹപര വിജയം നൽകി അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു
കൂടിയത്, ഇവിടെ വന്നത്, ഇവിടെ വാല പറഞ്ഞത്, വാല കേട്ടതൊക്കെ നാളെ ഖബറിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കി, മഹ്ശറയിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കി, ഹബീബിന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള സൗഭാഗ്യത്തിനുള്ള ഒരു അവസരമാക്കി, ഹബീബിന്റെ അർശിന്റെ തണൽ, ആ അർശിന്റെ തണലിൽ ഒന്ന് വിശ്രമിക്കാൻ അവസരമാക്കി, ഹൗലുൽ കൗസറിൽ നിന്നൊരു കോപ്പ കുടിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഈൻ. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹു ഖൈർ.